السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ഷവ്വാലിൻ്റെ ആരംഭത്തിൽ നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് അതിൻ്റെ വിധി എന്താണ് എന്നാണ്. സകാത്തുൽ ഫിത്റിൻ്റെ വിധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് വാജിബാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്, ഓരോ മുസ്ലിമും നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അത് ചെറിയ കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ പ്രായമുള്ള എങ്ങനെയുള്ള ആളാണ് ആവട്ടെ, റമളാൻ അവസാനിക്കുന്ന അതായത് ഷവ്വാലിൻ്റെ പിറ കാണുന്നതിന് മുമ്പ് ഈ ദുനിയാവിലേക്ക് പിറന്നു വീണ ഏതൊരാളുടെയും മേൽ ബാധ്യതയാണ് സകാത്തുൽ ഫിത്ർ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി എങ്ങനെ കൊടുക്കുക? അതിൻ്റെ വലിയ ആരാണോ ആ കുട്ടിയുടെ രക്ഷാധികാരി ആരാണോ അവരെന്ത് ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എത്രയാണ് അതിൻ്റെ മിഖ്ദാർ, അതിൻ്റെ തോത്, അളവ് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന്. പണ്ഡിതന്മാർക്കിടയിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 2 കിലോയും 200 ഗ്രാമും അല്ലെങ്കിൽ 2 കിലോയും 400 ഗ്രാമും അങ്ങനെ തുടങ്ങി ഒരുപാട് അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ആ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് അളവ് അടിസ്ഥാനത്തിലാണ്, തൂക്കം അടിസ്ഥാനത്തിലല്ല. അപ്പോൾ നമ്മൾ ആപ്പിൾ വാങ്ങുമ്പോൾ ഒരിക്കലും അളക്കാൻ പറ്റുന്ന സാധനമല്ല ആപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ അളക്കാൻ പറ്റുന്ന സാധനമാണ് അരി എന്ന് പറയുന്നത്. അപ്പോൾ അളക്കുമ്പോൾ ഒരു സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുദ്ദ്. നമ്മുടെ ഒരു നല്ല ഉള്ളനടിയുള്ള ഒരാൾ, ഒരു മൊത്തത്തിലായ ഉള്ളനടിയുള്ള ഒരാൾ, അയാൾ കോരിയെടുക്കുന്ന ഒരു കോരിയാണ് എന്ത്, ഒരു മുദ്ദ്. അങ്ങനത്തെ 4 മുദ്ദാണ് എന്ത് അതിൻ്റെ മിഖ്ദാർ, അതിൻ്റെ തോത് എന്ന് പറയുന്നത്. ഇനി അതൊരു കിലോ കണക്കിലേക്ക് ആക്കുകയാണ് എങ്കിൽ ഏകദേശം ഒരു 2.5 കിലോ വരുന്ന ധാന്യം ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനി അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരാൾ 3 കിലോ വരെ ആക്കിയാലും എന്തല്ല പ്രശ്നമല്ല. കാരണം 2,200 മുതൽ 3 വരേക്കും എന്തുണ്ട് പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് നിർബന്ധമാവുക എന്ന്, എപ്പോഴാണ് സകാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത്? ഷവ്വാൽ പിറ കാണുന്നത് തൊട്ടാണ് എന്തുള്ളത് നിർബന്ധം ആകുന്നത്. അതിന് മുമ്പേ സകാത്തുൽ ഫിത്ർ കൊടുക്കുക എന്നുള്ളത് അഭികാമ്യമല്ല. എന്നാൽ 1-2 ദിവസങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗലിലായി പോകും, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ 1-2 ദിവസം മുമ്പ് നമുക്ക്, അതായത് 30-ൻ്റെ അന്നോ 29-ൻ്റെ അന്നോ, 29 അന്നാണെങ്കിൽ 29-ൻ്റെ അന്നോ 28-ൻ്റെ അന്നോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ് എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു നിർബന്ധമാകുന്ന ആ സമയം തൊട്ട് നിസ്കാരത്തിലേക്ക്, അതായത് ഈദിൻ്റെ നമസ്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പായി കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് നൽകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് ശേഷം ആരാണോ നൽകുന്നത് അത് സകാത്തുൽ ഫിത്റായി പരിഗണിക്കുകയില്ല, അത് കേവലം ഒരു സദഖയായിക്കൊണ്ടാണ് പരിഗണിക്കുക എന്നതാണ്. ഇനി ആർക്കാണ് ഇത് നൽകേണ്ടത്? സകാത്തുൽ ഫിത്ർ നൽകേണ്ടുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ്? സകാത്തുൽ ഫിത്ർ നൽകേണ്ടുന്ന വിഭാഗങ്ങൾ, സകാത്തിൻ്റെ 8 വിഭാഗങ്ങളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 8 വിഭാഗങ്ങൾക്ക് തന്നെയാണ് എന്തും നൽകേണ്ടത്, ഫിത്ർ സകാത്തും നൽകേണ്ടത്. അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അവരുടെ ഫഖറാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടിസ്ഥാനമാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സകാത്ത് നൽകുന്ന സമയത്ത് ധനികന് പോലും സകാത്ത് കിട്ടുന്ന അവസ്ഥകളുണ്ട്. ഒരാൾ രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു ധനികനായ മനുഷ്യൻ തന്നെ പറഞ്ഞു, എൻ്റെ പൈസ ഞാൻ തരാം. ഒരു കടമിടപാട് നടത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നു ഒരു ധനികനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എനിക്ക് പൈസ തരാം, നിങ്ങൾ ഈ പ്രശ്നം ഒഴിവാക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന ധനികനും എന്തുണ്ട്, സകാത്തിൻ്റെ അവകാശം ഉണ്ട്, സകാത്ത് അയാൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ സകാത്തുൽ ഫിത്ർ അത് നിങ്ങൾ പരിഗണിക്കരുത്, അയാളുടെ ഫഖറിനെ പരിഗണിച്ചുകൊണ്ട്, ദാരിദ്ര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, സകാത്തുൽ ഫിത്ർ നൽകേണ്ടത് എന്ന്. അതുപോലെ തന്നെ എവിടെയാണ് നൽകേണ്ടത് എന്ന് നമുക്കറിയാം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്. ഗൾഫിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഗൾഫിൽ നൽകുക, നാട്ടിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നാട്ടിൽ നൽകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സക്കാത്തുൽ ഫിത്ർ ഒരിക്കലും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ സക്കാത്തല്ല. നമുക്ക് സമ്പാദ്യം, മറ്റ് സക്കാത്ത് എന്താണ്? നമ്മുടെ ധനത്തിൻ്റെ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് നമ്മുടെ ബദനിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ് എന്തെന്ന് പറയുന്നത് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സക്കാത്തുൽ ഫിത്ർ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത് എന്നാണ്. പിന്നെ അടുത്തൊരു മസല, അത് നുകൂദായിട്ട് നാണയമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. രണ്ടഭിപ്രായങ്ങൾ അതിലുണ്ട്. അതിലൊന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് നാണയമായിട്ട്, പണമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ പാടില്ല. മറിച്ച് അത് ധാന്യമായിട്ട് തന്നെ, നമ്മുടെ നാട്ടിൽ എന്താണോ കൂത്തായിട്ടുള്ളത് ആ കൂത്തായിട്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സക്കാത്തുൽ ഫിത്ർ നൽകണം. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത് തീമത്തായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അവർ അതിന് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയത് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത് ഒരു ഫക്കീറിനെ ഗനി, ഒരു ദരിദ്രനെ സമ്പന്നനാക്കാനുള്ളതാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് മനസ്സിലാക്കി അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ മനസ്സിലാക്കിയത് സക്കാത്തുൽ ഫിത്ർ പൈസയായിട്ട് കൊടുക്കാമെന്ന്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത് എന്താണ്? അത് ഫക്കീർമാർക്കുള്ള ഒരു തുഅമത്താണ്, ഒരു ഭക്ഷണമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ അസിൽ എന്താണ്? അത് ഭക്ഷണമായിക്കൊണ്ട് തന്നെ നൽകുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മസ്ജിദിലോ മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ക്യാഷ് അവർ പിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ക്യാഷ് അല്ല കൊടുക്കുന്നത് സത്യത്തിൽ. അത് നമ്മൾ ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നത്, ഒരു ഇടയാളിനെ ഏൽപ്പിക്കുന്നത് പോലെ നമ്മൾ ഏൽപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അത് നിറവേറ്റുകയാണ്. അതിനെന്തില്ല, പ്രശ്നം ഇല്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.